ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് 3 മിനിറ്റ്. സാർ, ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ് സാർ. സാധാരണക്കാരെ പൂർണ്ണമായും മറന്ന ഒരു ബഡ്ജറ്റാണ് ഗവൺമെൻറ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ ആശാ അംഗനവാടി വർക്കർമാരുടെ രൂപവർദ്ധനവോ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംരക്ഷണമോ ഒന്നും ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. സാറ്, ഭൂനികുതി വർദ്ധിപ്പിച്ചതും കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ജനവിരുദ്ധമാണ് ഈ ബഡ്ജറ്റ് എന്നതിലേക്കാണ് കാണാൻ കഴിയുന്നത്. സാർ, റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഇത്തവണയും അങ്ങ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 10 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് സാർ? ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഈ കർഷകർക്ക് ഉണ്ടാവുന്നു എന്നത് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉൽപ്പാദന ചെലവ് വർദ്ധിതമായി അനുസൃതമായി അതിൻ്റെ മറ്റ് കോസ്റ്റുകളെ കണക്കാക്കി 250 രൂപയെങ്കിലും റബ്ബറിന് അടിസ്ഥാന വില നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. ഇത് ഇടതുമുന്നണിയുടെ തന്നെ പ്രകടന പത്രികയിലുള്ളതാണ്. നിങ്ങളുടെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റും കഴിഞ്ഞു. അവിടെ പോലും ഈ കർഷകരെ സംരക്ഷിക്കാനോ ചേർത്ത് നിർത്താനോ ഉള്ള ഒരു ഇടപെടലും ഉണ്ടാവുന്നില്ല. അപ്പം ഈ ഞാൻ സൂചിപ്പിച്ചു വന്നത് പൊള്ളയായ പ്രഖ്യാപനങ്ങളിലൂടെ മാത്രം മുമ്പോട്ട് പോകുന്നൊരു ബഡ്ജറ്റ് എന്ന നിലയിൽ മാത്രമേ ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. സാറേ, ഇതിൻ്റെ അകത്ത് ഞാൻ സമയക്കുറവ് മൂലം മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല. ബഡ്ജറ്റിൽ നീതിയുക്തമായ സമീപനം എല്ലാ നിയോജകമണ്ഡലത്തിലേക്കും ഉണ്ടാവണം. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണകക്ഷി MLA-മാർക്ക് ഒരു തുക, പ്രതിപക്ഷ MLA-മാർക്ക് വേറൊരു, പൂർണ്ണമായി ഡിസ്ക്രിമിനേഷനാണ്. അങ്ങയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സാറേ, ഇവിടെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ നൽകി. ഗ്രാമീണ റോഡുകൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളാണ് ഒരു രൂപ പോലും വെക്കാത്തത്. സാർ, എൻ്റെ എന്ത് ന്യായമാണ് അങ്ങേക്ക് പറയാനുള്ളത്? എല്ലാവർക്കും അങ്ങ് പറഞ്ഞതനുസരിച്ച് 30 റോഡുകൾ എഴുതി നൽകിയില്ലേ ഞാനടക്കമുള്ള MLA-മാർ? ഇവിടെ ഇത് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. നീതിയുക്തമായ സമീപനം ഉണ്ടാവണം. എല്ലാം നികുതിപ്പണമാണല്ലോ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണമല്ലല്ലോ, ഇത് നികുതിപ്പണമല്ലേ. അത് 140 മണ്ഡലത്തിലേക്കും തത്തുല്യമായി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം അങ്ങേക്കുണ്ട്. അങ്ങ് ധനകാര്യമന്ത്രിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാറേ, ഈ ബഡ്ജറ്റിൽ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വർക്കുകൾ ഞാൻ എഴുതി നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും തരും. 4 മുതൽ 6 കോടി വരെ ഒരു ചട്ടപ്രകാരം കുറച്ച് പൈസ വെക്കും. അതുകൊണ്ട് കാര്യങ്ങളാവുന്നില്ല. പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ അവഗണിക്കപ്പെടുന്നു. അത് ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. സാറ്, ഈ ബഡ്ജറ്റിൽ ഇതിനോടൊപ്പം തന്നെ കിഫ്ബിയെ സംബന്ധിച്ചുള്ള വർക്കുകൾ, ഈ കിഫ്ബി വർക്കുകളിൽ പല വർക്കുകളും ഇന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. സാർ, അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കിഫ്ബിയിൽ വർക്കുകൾ ധാരാളം നിങ്ങൾ പ്രഖ്യാപിച്ചു. ഇത്ര വർക്കുകൾ 5 വർഷം കൊണ്ട് നിങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ വർക്ക് 10 വർഷത്തിലേക്ക് എടുക്കുമ്പോഴും അത്ര തുകയിലേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. അപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ കണക്കൂട്ടിൽ തെറ്റിയിരിക്കുന്നു. സാർ, ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിൽ ടോള് നിയോഗിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി അങ്ങ് പറഞ്ഞിട്ടില്ല. കിഫ്ബി റോഡുകൾക്ക് ടോള് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. അതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് അങ്ങ് മറുപടി പ്രസംഗത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ്.